നമസ്തേ, ഞാൻ അമ്പിളി ഗോപകുമാർ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ സർപ്പങ്ങളെക്കുറിച്ചും സർപ്പദോഷങ്ങളെക്കുറിച്ചും സാധാരണയായി സർപ്പദോഷങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അതിനു മുമ്പ് നാഗങ്ങളെക്കുറിച്ച് ചെറിയൊരു ഇൻട്രഡക്ഷൻ പറയുകയാണ്. മഹാഭാരതം ആദി പർവ്വത്തിൽ നാഗങ്ങളുടെ ഉത്ഭവ കഥ വിവരിക്കുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായ മരീചിയുടെ പുത്രനായ കശ്യപൻ്റെ ഭാര്യയായ കദ്രുവിൻ്റെ സന്തതി പരമ്പരകളാണ് നാഗങ്ങൾ. പരശുരാമനാണ് കേരളത്തിൽ നാഗാരാധനയ്ക്ക് തുടക്കം കുറിച്ചതെന്നാണ് ഐതിഹ്യം. പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പോൾ പാമ്പുകളുടെ ആധിക്യം മൂലവും ജലത്തിലെ ലവണാംശം നിമിത്തം ഭൂമി വാസയോഗ്യമല്ലാതെയായി. പരശുരാമൻ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി പ്രശ്നം ആരാഞ്ഞു. ശിവന്റെ ഉപദേശത്താൽ നാഗരാജനായ അനന്തനെയും സർപ്പശ്രേഷ്ഠനായ വാസുകിയെയും പരശുരാമൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഭൂമിയുടെ രക്ഷകരും കാവൽക്കാരും എന്ന നിലയിൽ സർപ്പങ്ങളെ പൂജിക്കുകയും അവർക്ക് പ്രത്യേക വാസസ്ഥലം നൽകി സംരക്ഷിക്കുകയും ചെയ്താൽ സർപ്പശല്യം അവസാനിക്കുമെന്നും അവർ അരുളി ചെയ്തു. സർപ്പ ഉച്ഛ്വാസവായു കൊണ്ട് ജലത്തിലെ ലവണാംശം നശിപ്പിക്കുവാൻ സർപ്പങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. പ്രാചീന കേരളത്തെ അഹിഭൂമി, അതായത് നാഗങ്ങളുടെ നാട് എന്ന് വിളിച്ചിരുന്നു. ചില തമിഴ് കൃതികളിൽ കേരളത്തെ നാഗലോകം എന്നും പരാമർശിക്കുന്നതായിട്ടുണ്ട്. ഇതെല്ലാം ഐതിഹ്യങ്ങളാണ് കേട്ടോ. എന്നാൽ നാഗങ്ങൾ ഭൂമിയുടെ സംരക്ഷകരാണെന്നും അവരെ ആരാധിച്ചാൽ അവ മനുഷ്യരെ സംരക്ഷിക്കുമെന്നും നമ്മൾക്ക് ഒരു വിശ്വാസമുണ്ട്. പഴയകാലത്ത് ഒട്ടുമിക്ക വീടുകളിലും കാവും കുളങ്ങളും അതിലൊരു സർപ്പക്കാവും കാണുമായിരുന്നു. നാഗങ്ങൾക്ക് പ്രത്യേക ഒരു മാനം വളരെ കുറച്ച് നാൾ മുമ്പ് വരെ കൽപ്പിച്ചിരുന്നു. കാവുകളെല്ലാം ശുദ്ധിയായി വെച്ച് എന്നും അതിലൊരു വിളക്ക് തെളിയിക്കുകയും വർഷത്തിലൊരിക്കൽ നാഗപൂജയും മറ്റും സർവ്വസാധാരണമായിരുന്നു. കൂടാതെ വീടുകളിൽ എല്ലാ കുടുംബക്കാരും ചേർന്ന് സർപ്പം തുള്ളൽ, പുള്ളുവൻ പാട്ട് ഒക്കെ നടത്തിയിരുന്നു. പല തറവാടുകളിലും നാഗങ്ങളെ ധർമ്മദൈവങ്ങളായി ആരാധിച്ചിരുന്നു. ഇതെല്ലാം ഒരു കാലത്ത് പ്രബലമായിരുന്ന നാഗാരാധനയുടെ സൂചനകളാണ്. ശുദ്ധമായ ജീവവായുവും ഭൂമിക്ക് ഈർപ്പവും തണലും നൽകി പ്രകൃതി പരിശുദ്ധമാക്കാൻ കൂറ്റം വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളും കൊണ്ട് നിബിഡമായ സർപ്പക്കാവുകൾ നമുക്കുണ്ടായിരുന്നു. കിണറുകളിലും കുളങ്ങളിലും ജലക്ഷാമം പരിഹരിക്കാൻ കാവുകൾക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാവുകളെക്കുറിച്ച് പറയാനുണ്ട്. ഈ സർപ്പക്കാവുകൾ പൂർണ്ണ പരിസ്ഥിതി വ്യവസ്ഥ തന്നെയായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ധാരാളം ഓക്സിജൻ പുറത്തുവിടാൻ കാവുകൾക്ക് കഴിഞ്ഞിരുന്നു. UNO പരിസ്ഥിതി വകുപ്പ് സർപ്പക്കാവുകളെ സംരക്ഷിക്കുന്നതിന് ധനസഹായം വരെ നൽകി വരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എത്രയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നേയുള്ളൂ. ഇനി നമുക്ക് അല്പം സയൻറ്റിഫിക്കായി അല്ലെങ്കിൽ ജനറലായി നോക്കാം. നമ്മുടെ മെഡിക്കൽ അസോസിയേഷൻ്റെ ചിഹ്നം തന്നെ 2 സർപ്പങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൂടാതെ ഒരു പുരുഷൻ്റെ സ്പേം, അതായത് ബീജത്തിലുള്ള ബീജാണുവിൻ്റെ രൂപം സർപ്പാകൃതിയാണ്. മൂർഖൻ്റെ പത്തി പോലെ തലയും വാലുമായിട്ടാണ് ഇതിൻ്റെ രൂപം. ഇത് അണ്ഡവുമായി ചേർന്ന് ഒരു കുഞ്ഞാകുമ്പോൾ 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 85 ദിവസത്തിനകത്ത് അതിൻ്റെ രൂപം എന്ന് പറയുന്നത് തലയും നട്ടല് മുതൽ താഴോട്ടുള്ളത് ഒരു വാല് പോലെയുള്ള രൂപമാണ്. പിന്നീടാണ് ഈ കുഞ്ഞിന് അവയവങ്ങളൊക്കെ വച്ചു തുടങ്ങുന്നത്. ഇനി മറ്റൊന്നാണ് നമ്മുടെ ശരീരത്തിലുള്ള DNA മോളിക്യൂൾ. അതിൻ്റെ ഷേപ്പും സർപ്പാകൃതിയാണ്. 2 മൂർഖൻ പാമ്പിൻ്റെ ഷേപ്പാണ്. ഇനി സ്പിരിച്വലായിട്ട് നോക്കിയാലോ, നമ്മുടെ ശരീരത്തിലുള്ള കുണ്ടലിനി ശക്തി 3.5 ചുറ്റിൽ നമ്മുടെ മൂലാധാരത്തിൽ സർപ്പാകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്നു. ഇതിനെ സർപ്പശക്തി എന്നും പേരുണ്ട്. ഇതിനെ ഉണർത്തി സഹസ്രാരത്തിലെത്തിക്കാനാണ് യോഗികളായുള്ളവരുടെ പ്രയത്നം. ഇങ്ങനെ ധാരാളം എക്സ്പ്ലനേഷൻ നമ്മളും പ്രകൃതിയുമെല്ലാമായി ഒരു സർപ്പവുമായോ സർപ്പ ആകൃതിയുമായോ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മളുടെ ദേവീദേവന്മാരും നാഗങ്ങളുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി നോക്കിയാലോ. മഹാവിഷ്ണു നമ്മൾക്കറിയാം നാഗശയ്യയിലാണ് കിടക്കുന്നത്, അനന്തിൻ്റെ മേലെ. പരമശിവനോ കണ്ടത്തിൽ മാലയായി അണിഞ്ഞിരിക്കുന്നു.
ഗണപതി പൂണൂലായി ധരിച്ചിരിക്കുന്നു. സൂര്യഭഗവാൻ സർപ്പങ്ങളാകുന്ന കയറുകൊണ്ട് 7 കുതിരകളെ പൂട്ടിയ രഥത്തിൽ ഇരിക്കുന്നു. ഇനിയുമുണ്ട് ദുർഗ, കാളി, ദുർഗാദേവി, ശ്രീകൃഷ്ണൻ, പാർവതി, സപ്തമാതൃകൾ. ഇങ്ങനെ ധാരാളം ദേവീദേവന്മാരെ സർപ്പങ്ങളുമായി അല്ലെങ്കിൽ നാഗങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ തന്നിരുന്ന കാവുകളൊക്കെ നാം വെട്ടിത്തെളിച്ച് ആധുനിക ജീവിതത്തിൻ്റെ സുഖത്തിനു വേണ്ടിയും ആഡംബര സൗധങ്ങളുമൊക്കെ പണിഞ്ഞപ്പോൾ നമ്മുടെ പരിസ്ഥിതിയും നമ്മളെ കൈവിട്ടു. കാലാവസ്ഥ, അന്തരീക്ഷസ്ഥിതി, ജലസമ്പത്ത്, മണ്ണിൻ്റെ ഗുണം, സൂക്ഷ്മജീവികൾ, അങ്ങനെ ഓരോന്നിനും കുറവുകൾ വന്നു. അല്ലെങ്കിൽ തീർത്തും ഇല്ലാതായി എന്ന് പറയുന്നതാവും ശരി. ഇങ്ങനെ കാവുകളൊക്കെ വെട്ടിത്തെളിക്കുന്ന സന്ദർഭത്തിൽ കാവ് അശുദ്ധമാക്കി സർപ്പങ്ങളെ കൊന്ന് അവയുടെ മുട്ടയും മറ്റും നശിപ്പിച്ച് പൂജകൾ മുടങ്ങി ബിംബങ്ങൾ നശിപ്പിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇവയൊക്കെ തന്നെ നാഗകോപത്തിന് കാരണമായി. ഇനി സർപ്പദോഷങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് അല്ല ഒരു കുടുംബത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് പല കുടുംബങ്ങളിലും സന്താനഭാഗ്യമില്ലായ്മ, മക്കളുടെ മാനസികാവസ്ഥ വ്യത്യസ്തം, പലതരത്തിലുള്ള രോഗങ്ങൾ, അൽപായുസ്, ദാരിദ്ര്യം, ഉന്മാദരോഗം, മക്കളെ കൊണ്ട് ആദി, കഴിവും വിദ്യാഭ്യാസമുള്ള മക്കൾക്ക് ഉന്നതങ്ങളിലെത്താൻ സാധിക്കുന്നില്ല, സ്കിൻ സംബന്ധമായ രോഗങ്ങൾ, അതായത് ചില വ്രണങ്ങളൊക്കെ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കരിയാതിരിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങളാണ് സർപ്പദോഷം കൊണ്ട് ഉണ്ടാകുന്നത്. ഇതിനൊക്കെ പരിഹാരമായിട്ട് സർപ്പബലി നടത്തുക, 100 പാലും നേദിക്കുക, ഉപ്പ്, മഞ്ഞൾ, സർപ്പവിഗ്രഹം, പുറ്റ്, മുട്ട എന്നിവ നടയിൽ സമർപ്പിക്കുക, പാല്, ഇളനീര്, എണ്ണ എന്നിവ കൊണ്ട് അഭിഷേകം, ഇവയൊക്കെ സർപ്പ പ്രീതികരമാണ്. ചൊറി, വ്യാധി, വെള്ളപ്പാണ്ട്, നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് പുള്ളുവന്മാരെ കൊണ്ട് സർപ്പപ്പാട്ട് പാടിക്കുക. സൽപുത്ര ജനനത്തിന് ഉരുളി കമഴ്ത്തുക. പല രോഗങ്ങൾക്കും സർപ്പപൂജകൾ ഉത്തമമാണ്. ഭാഗവതത്തിലും നാരായണീയത്തിലും കാളിയമർദ്ദനം വിവരിക്കുന്ന ഭാഗം പാരായണം ചെയ്യുക. പഞ്ചമി തിഥിയുടെ അതിദേവതയായ നാഗങ്ങളെ ഇതേ തിഥിയിൽ സ്തുതിക്കുന്നത് സർപ്പപ്രീതി ലഭിക്കും. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന പഞ്ചമിയാണ് നാഗപഞ്ചമി. അന്ന് സർപ്പങ്ങൾക്ക് പൂജ നടത്തിയാൽ അവർ അത്യധികം സംപ്രീതരാകുമെന്ന് പുരാണങ്ങൾ പറയുന്നു. വടക്കേ ഇന്ത്യയിൽ നാഗപഞ്ചമി വളരെ വിശേഷമാണ്. അന്ന് കൃഷിപ്പണി പോലും ആരും ചെയ്യാതെ നാഗപഞ്ചമി വ്രതം നോക്കുന്നു. അന്നേ ദിവസം നാഗങ്ങൾക്ക് പാലഭിഷേകം, പാൽ നിവേദ്യം എന്നിവയൊക്കെ നടത്തി സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താറുണ്ട്. ഇങ്ങനെ സർപ്പശാപങ്ങളും സർപ്പദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മണ്ണാറശാല, വെട്ടിക്കോട്ട്, ആമേട ക്ഷേത്രം, പാമ്പുമേക്കാട്, കാളഹസ്തി എന്നിവിടങ്ങളിൽ പോയി സർപ്പശാപത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. നാഗദോഷത്തിന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിത്യവും മറ്റു ദേവതാ മന്ത്രം ജപിക്കുന്നത് പോലെ തന്നെ നാഗമന്ത്രങ്ങളും നാഗസ്തോത്രങ്ങളും ദിവസവും നിത്യവും ജപിക്കുക. കൂടാതെ മഞ്ഞളിൽ മുക്കിയ തിരി വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നെയ്യൊഴിച്ച് കത്തിക്കുക ഞായറാഴ്ച തോറും. കൂടാതെ ഒരു ജ്യോത്സ്യനെ കണ്ട് ജാതകത്തിലും പ്രശ്നത്തിലും എവിടെയാണ് സർപ്പദോഷം, എന്താണ് സർപ്പദോഷത്തിന് കാരണം എന്നറിഞ്ഞ് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സർപ്പപ്രീതി ഉണ്ടാകുന്നതാണ്. ആയില്യം നക്ഷത്രം വരുന്ന ദിവസം വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് അന്നേ ദിവസം സർപ്പക്ഷേത്രങ്ങളിൽ പോയി പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. കൂടാതെ സർപ്പ ഐശ്വര്യത്തിനായി സർപ്പബലി നടത്തുന്നത് ഉത്തമമാണ്. സ്വർണം, വെള്ളി, ചെമ്പ് ഇവ കൊണ്ടുള്ള സ്വർണ്ണ പ്രതിമ നൽകുന്നത് സർപ്പദോഷങ്ങൾ അകറ്റുവാൻ നല്ലതാണ്. സർപ്പശാപങ്ങളെക്കുറിച്ചും സർപ്പങ്ങൾ അനുഗ്രഹിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും ഒന്നോ രണ്ടോ വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല. ഇനി ചിലർ ധരിക്കും എൻ്റെ പറമ്പിൽ കാവുകളൊന്നുമില്ല, അപ്പുറത്തെ പറമ്പിലാണ് കാവുകൾ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ മാറിയാണ് കാവ്, എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതരുത്. പണ്ട് കാലത്ത് 1ഉം 2ഉം ഏക്കറുകളിലാണ് ഒരു വീടും അതിൽ കാവും കുളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. കാലക്രമേണ ഇത് തുണ്ടം തുണ്ടമായി മുറിച്ച് വിൽക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ ഇല്ലെങ്കിലും
നമ്മൾ വാങ്ങിച്ച ഏതെങ്കിലും ഒരു ഭൂമി ആ കാവിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ ആ ഭൂമിയിലും സർപ്പങ്ങളുടെ ദോഷം ഉണ്ടാവും. സർപ്പങ്ങളെ ഉപദ്രവിച്ചാൽ, ദ്രോഹിച്ചാൽ, സമാധാനം കെടുത്തിയാൽ അവർ തീർച്ചയായും നമുക്ക് അനുകൂലമല്ലാതെയാകും. പറമ്പിലെ ദോഷത്തെ ആവാഹിച്ചു മാറ്റാം എന്ന് പറഞ്ഞ് ധാരാളം യുക്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഒരിക്കലും അത് സാധിക്കുകയില്ല. സർപ്പദോഷങ്ങളെ അല്ലെങ്കിൽ സർപ്പത്തിന്റെ സാന്നിധ്യത്തെ ഒരിക്കലും പൂർണ്ണമായി നമുക്ക് ആവാഹിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. അവരെ പൂജയിലൂടെ, ധ്യാനത്തിലൂടെ തൃപ്തിപ്പെടുത്തി, സന്തോഷപ്പെടുത്തി, അവരുടെ സന്തോഷത്തിന് പാത്രീഭൂതരായി നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിക്കാനേ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു ഭൂമിയിലുള്ള നാഗദോഷത്തെ നമുക്ക് പൂർണ്ണമായും ആവാഹിച്ചു മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഒന്നറിഞ്ഞിരിക്കുക, പലതരം ശാപങ്ങൾ ഉള്ളതിൽ ഏറ്റവും കടുപ്പമുള്ള അല്ലെങ്കിൽ കാഠിന്യമുള്ള ഒരു ശാപം തന്നെയാണ് സർപ്പശാപം അല്ലെങ്കിൽ നാഗശാപം എന്നുള്ളത് അറിയാം. ഇത് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് ശാന്തി വരുത്തിക്കൊള്ളണം എന്ന് അപേക്ഷിക്കുന്നു. ഇനി കൂടാതെ ജാതകത്തിലും പ്രശ്നത്തിലും രാഹുകേതുക്കളുടെ അല്ലെങ്കിൽ സർപ്പങ്ങളുടെ അനുകൂല പ്രതികൂല സ്ഥിതികൾ, അതിനുള്ള പരിഹാരങ്ങൾ, ഇതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഹരേ കൃഷ്ണ.